ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു അടിപൊളി സിമ്പിളായിട്ടുള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ ഡെസേർട്ട് റെഡിയാക്കാനായിട്ട് ആദ്യം ഞാനിവിടെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ 2 ക്യാരറ്റാണ്. അത് ഞാൻ കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു ക്യാരറ്റ് യൂസ് ചെയ്തും ചെയ്യാം, ക്യാരറ്റ് യൂസ് ചെയ്യാതെയും ചെയ്യാം. നമുക്കൊരു ഓറഞ്ച് കളറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ക്യാരറ്റ് യൂസ് ചെയ്തത്. ക്യാരറ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ നോർമൽ രീതിയിൽ ചെയ്താൽ ഓറഞ്ച് കളർ കാണില്ല, വെള്ള കളർ തന്നെയായിരിക്കും നമ്മുടെ ഡെസേർട്ട് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് കളർഫുൾ ആക്കാനാണ് ഞാനിവിടെ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് എല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളത്തിലല്ല അരച്ചെടുക്കുന്നത്, പാലിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് പാലിലാണ് നമ്മൾ ഈ 2 ക്യാരറ്റ് നന്നായിട്ട് അരച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് എടുത്തിട്ട് വരണം. ഒരു എന്താ പറയുക, തരി പോലെ കട്ട പോലെ ഒന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ നമ്മളെ ക്യാരറ്റും പാലും കൂടെ അരച്ച് നല്ല പേസ്റ്റായിട്ട്, നല്ല അടിപൊളി ഫൈൻ പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇനി വെള്ളം ഒന്നും ചേർക്കരുത്, അരയ്ക്കുമ്പോൾ പാൽ മാത്രമേ ചേർക്കാവുള്ളൂ. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും പാലൊക്കെ കൂടി ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നെയ്യിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ക്യാരറ്റിൻ്റെ ആ ഒരു പച്ചമണവും ആ ഒരു ചൊവയും മാറാനായിട്ടാണ് നെയ്യിലിത് വഴറ്റിയെടുക്കുന്നത്. ക്യാരറ്റിൻ്റെ എന്തൊരു ഡിഷും ഒരു സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കുമ്പോൾ നമ്മളത് നെയ്യിലൊന്ന് വഴറ്റിയിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ്, പച്ച ആ ഒരു ടേസ്റ്റ് മാറാനായിട്ടാണ് നമ്മളെപ്പോഴും ഇത് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുന്നത്. സോ അപ്പോൾ നമ്മളിത് നെയ്യിലിട്ട് ഇളക്കി കുറച്ചിതൊന്ന് വറ്റുകയും ചെയ്യും. നന്നായിട്ട് വഴറ്റി ചെറുതായിട്ടൊന്ന് കളർ മാറും. ഒത്തിരി കളർ ഭയങ്കരമായിട്ടൊന്നും മാറത്തില്ല, ചെറുതായിട്ടൊന്ന് കളർ മാറി ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത്രയും മധുരം മതി. ബാക്കി നമ്മൾ വേറെ പിന്നീട് ആഡ് ചെയ്യും. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു പിഞ്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി, പഞ്ചസാരയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ലതായിട്ട് അടി കൂട്ടി ഇളക്കണം. പിന്നെ അതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഒത്തിരി ഒന്നും വേണ്ട, ഒരു പിഞ്ച് മാത്രം മതി. കാരണം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് മാത്രം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് കുറച്ചൊന്ന് വറ്റുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പച്ചമണം മാറി നമുക്കൊരു സ്മെല്ല് വരുമല്ലോ, നെയ്യിൽ വഴണ്ട് വന്നതിൻ്റെ ആ ഒരു സ്മെല്ല് വന്നതിന് ശേഷം ബാക്കി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ ആ പേസ്റ്റ് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ വറ്റി, വെള്ളമല്ല പാലൊക്കെ വറ്റി ആ ഒരു നന്നായിട്ട് വഴണ്ട ഒരു രീതി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട അടുത്തൊരു മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് റവ. ഞാനിവിടെ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചത്, അതിലേക്ക് വീണ്ടും 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ടതിന് ശേഷം നന്നായിട്ട് കൈവിടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും, കട്ടയാവും. കാരണം റവ ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് പെട്ടെന്ന് നമ്മളുടെ ഇത് നന്നായിട്ട് ടൈറ്റ് ആവും. സോ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കേസരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒക്കെയാണ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു സ്റ്റേറ്റ്, ആ ഒരു ഇതാവുമ്പോഴാണ് നമ്മൾ തീ ഓഫ് ആക്കേണ്ടത്. ഇപ്പോൾ ഇതേ ഓൾമോസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തു, നന്നായിട്ട് കുഴഞ്ഞു. ഓവറായിട്ട് വെള്ളമൊന്നുമില്ല, വെള്ളമല്ല പാലൊന്നുമില്ല. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതായി. ഇനി ഇതൊന്ന് വളരെ കുറച്ചായിട്ട് ആറിയതിന് ശേഷം കുഞ്ഞു ബോൾസാക്കി എടുത്തു തരാം. അപ്പം ഞാൻ ബോൾസാക്കി നമ്മൾ ക്യാരറ്റും റവയൊക്കെ കൂടെയുള്ള കുഞ്ഞു ബോൾസാക്കി എടുത്തു വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഇനി നമുക്കിതിനെ ഇഡ്ഡലിക്കുട്ടത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റീമറിലാണെങ്കിലും അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഈ ബോൾസ് ഒന്ന് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം. ആവിയിലൊന്ന് വേവിച്ചെടുക്കുന്ന ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി, ഒത്തിരി ഒന്നും വേണ്ട. ഒരു 5 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക. ഓൾറെഡി ഇത് കുക്ക്ഡാണ്, പക്ഷേ എന്നാലും കുറച്ചും കൂടി ഇത് ആവിയിൽ വെന്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ ബോൾസ് എല്ലാം നല്ല സോഫ്റ്റായിട്ട്, നല്ല സ്പോഞ്ച് പോലെ സോഫ്റ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ അതവിടെ നിന്ന് ആവുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു പാനിൽ ഒരു കവർ പാൽ
അതാണ് 1/2 ലിറ്റർ പാലാണ്, ഒരു കവർ പാൽ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്ഷനിലാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടാൽ, പഞ്ചസാര നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂട്ടിയിട്ടാൽ മതി. നമ്മളിപ്പം പഞ്ചസാര 1/2 കപ്പ് ഇടുന്നെങ്കിൽ 1 കപ്പ് ഇട്ടാൽ മതി, ആ രീതിയിൽ ഇട്ടാലും മതി. കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്ഷനാണ്. ഇത് കൂടെ ചേർക്കുമ്പം കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും നമ്മുടെ ഡെസേർട്ടിന്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിവിടെ ഇപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പോ 1/2 കപ്പോ നമുക്ക് ആഡ് ചെയ്യാം, മധുരം ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്, കാരണം കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ കുറച്ച് ഏറെ ചേർത്തതുകൊണ്ട് 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പാലൊന്ന് വറ്റി വരണം, കുറച്ചൊന്ന് വറ്റി കുറുകി വരണം. നമ്മൾ പാൽ കുറുകുമ്പോഴനുസരിച്ച് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ ചേർത്തേക്കുന്നുണ്ട്, കുറച്ച് തിക്കായിട്ട് വരും. ഇനി നമ്മുടെ പാൽ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനിയും ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. പൊടിയായിട്ടുള്ളവർക്ക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് ചതച്ചിട്ട് അതിട്ട് കൊടുക്കാം. ഏലക്കയാണ് നമ്മൾ കൂടുതലും സ്വീറ്റ്സിന് യൂസ് ചെയ്യുന്ന ഒരു ഫ്ലേവറാണ് നമ്മളുടെ ഏലക്ക. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഏലക്കയാണ്. ഏലക്ക ഇട്ട് കൊടുത്തു. നമ്മുടെ ഞാൻ ആവി പുഴുങ്ങിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒരു സോഫ്റ്റ് ആയതുകൊണ്ട് നല്ല ബൗൺസിങ് പോലെ ഒരു സോഫ്റ്റായിട്ട് വന്നു. മറ്റേന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തൊടുമ്പോൾ അങ്ങ് പൊടിഞ്ഞു പോകത്തില്ലേ, ഇത് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നു. അതിന് തന്നെ ആവി വേവിക്കാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ പാലിവിടെ തിളച്ച് അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കുറുക്കണ്ട, കാരണം നമ്മൾ ഈ ബോൾസൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ തിക്കാവും. കുറച്ചൊന്ന് കുറുകി വന്നതിന് ശേഷം കുറച്ച് പാലൊന്ന് വറ്റിയതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 5-6 ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ, ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ലാസ്റ്റായിട്ടൊരു സ്റ്റെപ്പാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ആയാലും ഇട്ട് കൊടുക്കാം, ഏതായാലും മതി. കുറച്ചൊന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ കോൺഫ്ലവർ ആയാലും യൂസ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഈ പാലിൽ കിടന്ന് ഈ ബോൾസ് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ അരിപ്പൊടിയും പാലും കൂടെ മിക്സ് ചെയ്തേക്കുന്ന ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് കയറി അങ്ങ് തിക്കാവും, ഒത്തിരി സമയം എടുത്ത് വേവിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ ബോൾസ് ഇതെല്ലാം വെന്താണല്ലോ, നമ്മുടെ ക്യാരറ്റിൻ്റെ ബോൾസ് അതൊക്കെ വെന്തായതുകൊണ്ട് ഒത്തിരി സമയം എടുക്കത്തില്ല. ഈ ഒരു അരിപ്പൊടി കലക്കി ഇതും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് പെട്ടെന്ന് കയറി അങ്ങ് തിക്കായിക്കോളും നമ്മളുടെ ഈ ഒരു ഡെസേർട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയൊരു അടിപൊളി എന്തെങ്കിലും പാർട്ടിയോ ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണ്. ഇതിപ്പം ഈ ഒരു ഓറഞ്ച് കളറൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ക്യാരറ്റ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ആ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് ആദ്യം നമ്മൾ നെയ്യിലൊക്കെ വഴറ്റി ആ ഒരു രീതിയിലൊക്കെ എടുത്ത്. ഇനിയിപ്പോൾ ക്യാരറ്റൊന്നും ഇല്ല അതല്ലെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് നെയ്യിൽ റവ മാത്രം ഒന്ന് വറുത്തിട്ട് ആ റവ നന്നായിട്ട് വറുത്ത് വരുന്ന സമയത്ത് നമുക്ക് പാലൊഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് അതും അങ്ങനെ സിമ്പിളായിട്ട്, അപ്പോൾ വെള്ള കളറായിരിക്കും എന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു ഓറഞ്ച് കളറിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മളുടെ ഡെസേർട്ട് ഇവിടെ റെഡിയായി. ഞാൻ കുറച്ച് ബോൾസ് ഞാൻ ഇടാതെ മാറ്റി വെച്ചിരുന്നല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഓറഞ്ച് കളറൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. അങ്ങനെ ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പിസ്ത ഒന്ന് പൊടിച്ചത് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത്. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ ഡെസേർട്ട് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഡെക്കറേഷൻ, ഇതൊക്കെ ഓപ്ഷണലാണ്. പിസ്ത ഇട്ട് കൊടുക്കുക, കാഷ്യൂ ഉണ്ടെങ്കിൽ കാഷ്യൂ ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം, ആൽമണ്ട്സ് ഉണ്ടെങ്കിൽ അത് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച്. ഞാനിവിടെ ഇപ്പോൾ പിസ്ത ഇട്ടുള്ളതുകൊണ്ട് അത് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മളുടെ അടിപൊളി സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ.